നമസ്കാരം. വലിയ ആവേശത്തിലാണ് NDA ക്യാമ്പുകൾ, ഒപ്പം ചെറിയ ആശങ്കയിലും. ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം NDA ക്യാമ്പുകൾ വൻപിച്ച ആവേശത്തിൽ. NDA പോലും പ്രതീക്ഷിക്കാത്ത അത്രയും സീറ്റുകളാണ് ചാണക്യ പ്രവചിച്ചത്. ചാണക്യയുടെ പ്രവചനം ആയതുകൊണ്ട് തന്നെ NDAക്ക് ആവേശമാണ്. കാരണം മുൻകാലങ്ങളിൽ ചാണക്യയുടെ പ്രവചനങ്ങൾ 95% പൂർണ്ണമായിരുന്നു, വിജയമായിരുന്നു. ഒന്നോ രണ്ടോ എണ്ണം ചെറുതായി പിഴച്ചതൊഴിച്ചാൽ ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഫലപ്രദമായിരുന്നു. വിജയം അവർ പറഞ്ഞിടത്ത് തന്നെ നിന്നു. അത് തന്നെയാണ് NDA ക്യാമ്പിന്റെ ആവേശത്തിന്റെ കാരണം. ആശങ്കയോ മറ്റൊന്നുമല്ല, NDA പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സീറ്റുകൾ ചാണക്യ പ്രവചിച്ചിരിക്കുന്നു. അത് സത്യമാകുമെങ്കിൽ തങ്ങൾക്ക് എങ്ങനെ തെറ്റി എന്ന ആശങ്ക, സുഖകരമായ ഒരു ആശങ്ക. 2016 കേരളത്തിൽ BJP ആദ്യമായി നേമത്ത് അക്കൗണ്ട് തുടങ്ങിയതും 2021 അത് പൂട്ടപ്പെട്ടതും ചരിത്രം. ഇപ്പോൾ 2026 വന്നപ്പോൾ NDA അക്കൗണ്ട് തുറക്കും എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ആവേശം NDA ക്യാമ്പിൽ നിറയെയുണ്ട്. NDA വിപുലീകരിച്ച ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷനാണിത്. 2020 ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഒപ്പം അവർ പ്രതീക്ഷിച്ച ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് ഫലവത്തായില്ല എങ്കിലും വളരെ ചെറുതായെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് എത്തി എന്ന് തന്നെ BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നായർ ഈഴവ വോട്ടുകളുടെ BJPയിലോട്ടുള്ള ഒഴുക്ക് BJPയെ ചെറുതായൊന്നുമല്ല സന്തോഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചാണക്യയുടെ റിസൾട്ട് ഫലവത്താകും എന്ന് പ്രതീക്ഷ BJPയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇലക്ഷന് തൊട്ടു മുമ്പ് 35ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് BJP ശക്തമായി മത്സരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPയുടെ പ്രവചനം നേതാക്കൾ തന്നെ 5 സീറ്റോ അതിന് താഴെയോ എന്ന രീതിയിൽ ഒതുക്കിയിരുന്നതാണ്. എല്ലാ എക്സിറ്റ് പോളുകളും നിയമവും കഴക്കൂട്ടവും BJPക്ക് വിജയം പ്രവചിച്ചിരുന്നതാണ്. ഇപ്പോൾ ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും നാട്ടികയും ചാത്തന്നൂരും തൃശ്ശൂരുമൊക്കെ BJPയുടെ വിജയ പ്രതീക്ഷയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. തിരുവല്ലയും പാലയുമൊക്കെ പ്രതീക്ഷയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. BJP ആകെ പ്രതീക്ഷയിലാണ്. BJP അധ്യക്ഷന്റെയും അണികളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ ഇത്തവണ കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരും എന്ന് തന്നെയാണ്. അത് നടന്നാൽ തീർച്ചയായും BJP കേരളത്തിൽ വൻ ശക്തിയായി മാറും. 11 സീറ്റ് വരെയാണ് ചാണക്യ പറയുന്നത്. എന്നാൽ 14 സീറ്റ് BJPക്ക് പ്രവചിച്ച എക്സിറ്റ് പോളുകളുമുണ്ട്. കേരളത്തിൽ തങ്ങൾ കറുത്ത കുതിരകളാകുന്ന തൂക്ക് മന്ത്രിസഭ എന്ന പ്രതീക്ഷ BJPയിൽ പരന്നിട്ടുണ്ട്. അത് ക്യാമ്പിനെ ആകെ ആഹ്ലാദത്തിൽ അമർത്തിയിരിക്കുകയാണ്. 11 സീറ്റ് വരെ നേടുമെന്നാണ് ചാണക്യയുടെ പ്രവചനം. എന്നാൽ 14 സീറ്റ് വരെ നേടും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളുമുണ്ട്. ചാണക്യയെ സംബന്ധിച്ച് തൂക്ക് മന്ത്രിസഭ എന്ന പ്രവചനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ചാണക്യയുടെ പ്രവചനങ്ങൾ തെറ്റാറില്ല എന്നുള്ള പ്രതീക്ഷയിൽ BJP ക്യാമ്പ് ആകെ ആഹ്ലാദത്തിലാണ്. തങ്ങൾ കറുത്ത കുതിരകളാകാൻ സാധ്യതയുള്ള തൂക്ക് മന്ത്രിസഭ, തങ്ങളുടെ രീതി അനുസരിച്ച് ചലിക്കുന്ന ഒരു മന്ത്രിസഭ, അത് തന്നെയാണ് BJPയുടെ പ്രതീക്ഷയും. ചാണക്യയുടെ പ്രവചനം വന്നതോടുകൂടി BJPയെ സംബന്ധിച്ച് കൂടുതൽ കണക്കുകൂട്ടലുകളിലേക്ക് പോവുകയാണ്. ഭരണവിരുദ്ധ തരംഗം തങ്ങൾക്ക് ഏറെക്കുറെ അനുകൂലമായി എന്ന് തന്നെ BJP വിശ്വസിക്കുന്നു. നായർ ഈഴവ വോട്ടുകളുടെ ചെറിയൊരൊഴുക്ക് BJPയിലേക്ക് എത്തി. അത് UDFൽ നിന്നും LDFൽ നിന്നും നായർ ഈഴവ വോട്ടുകൾ എത്തിയെന്നും 5% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിൽ എത്തിയെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ശബരിമല വിഷയങ്ങൾ ഇപ്പോൾ BJP ശക്തമായി അത് ചർച്ചയിൽ നിലനിർത്തിയിരുന്നില്ല എങ്കിൽ പോലും ശബരിമല വിഷയങ്ങൾ സർക്കാരിനെതിരെയുള്ള വോട്ടായി മാറിയെന്നും കോൺഗ്രസിനെ പോലെ തന്നെ ആ വിഷയം തങ്ങൾക്കും അനുകൂലമായി മാറിയെന്ന് BJP കരുതുന്നുണ്ട്. ആകെ 20% വോട്ട് എന്ന പ്രതീക്ഷ ഇപ്പോൾ BJP വെച്ചു പുലർത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഏകദേശം 17% വരെ വോട്ടിംഗ് ശതമാനം എത്തിയതാണ്. എന്നാൽ
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. ഇപ്പോൾ അത് 20% എത്തും എന്നുള്ള പ്രതീക്ഷ ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ BJP ക്യാമ്പുകളിൽ ആഹ്ലാദം നിറച്ചിരിക്കുകയാണ്. ഇതേ ചാണക്യ തന്നെ പശ്ചിമ ബംഗാളിൽ BJPക്ക് അത്യാഹ്ലാദം നൽകിയിരിക്കുകയാണ്. 294 നിയമസഭാ സീറ്റുകളിലേക്കുള്ള പശ്ചിമ ബംഗാളിലെ ഇലക്ഷനിൽ മമതയെ ബഹുദൂരം പിന്നിലാക്കി 190 വോട്ടുകളോടുകൂടി NDA സഖ്യം BJP സഖ്യം അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ചാണക്യ പ്രവചിച്ചത്. കേരളത്തിൽ BJP 5-ന് മുകളിൽ സീറ്റ് 10 വരെയൊക്കെ എത്തുന്ന സീറ്റ് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവചനം LDF-നും UDF-നും ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമല്ല. ആകെ അങ്കലാപ്പിലാണ് LDF UDF കേന്ദ്രങ്ങൾ. LDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്നുള്ള അല്ലെങ്കിൽ മൂന്നാം തുടർ ഭരണം എന്നുള്ള പ്രതീക്ഷ ഏകദേശം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. നേതാക്കൾ അത് പുറമേ സമ്മതിക്കുന്നില്ല എങ്കിലും. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്തും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടുന്ന ആടി ഇതുവരെ തീർന്നിട്ടില്ല. പല രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ സിനിമ നിർമ്മിക്കാൻ വരെ തുടങ്ങിയത്രേ വേണുഗോപാൽ. സിനിമയെന്നല്ല പരസ്യ ചിത്രം. എന്തായാലും ഹൈക്കമാൻഡ് ഇടപെട്ട് അത് നിർത്തിവയ്പ്പിച്ചിട്ടുണ്ട്. പരസ്യം, ഫീച്ചറുകൾ, അതുപോലെ തന്നെ പുസ്തക പ്രകാശനം, ആത്മകഥ എഴുത്ത്, നേതാക്കന്മാർ എങ്ങനെയും മുഖ്യമന്ത്രി കുപ്പായത്തിനുള്ള ഒരുക്കത്തിലാണ്. കാത്തിരിക്കാൻ ഒരു ദിവസം കൂടി. നാളെ, മറ്റന്നാൾ തിങ്കളാഴ്ച 4-ാം തീയതി രാവിലെ 8 മണി മുതൽ ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങും. കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് ആ ഫലങ്ങളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.